ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. കോമഡി ഉത്സവത്തിൽ ഇന്ന് ഓഡിയൻസ് എത്തിയിരിക്കുന്നത് കമ്പനിപ്പടി എന്നുള്ള ഒരു കൂട്ടം നല്ല ആൾക്കാരാണ്. എല്ലാവർക്കും നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ രണ്ട് കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടൻ, ലെറ്റ്സ് വെൽക്കം ഷാജേട്ടൻ. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട അവതാരകൻ, നടൻ, ദാ ഇപ്പോ തമിഴിൽ കീ എന്ന് പറയുന്ന സിനിമയിലൂടെ വില്ലനായിട്ട് അരങ്ങേറുന്ന GP. വെൽക്കം. താങ്ക് യു. ഇപ്പൊ തുടങ്ങാം നമുക്ക് ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് ARMC ഫെർട്ടിലിറ്റി സെന്റർ. ലെറ്റ്സ് സ്റ്റാർട്ട്. GP, കീയില് പാട്ടുകൾ നല്ലതല്ലേ? നല്ല സോങ്സ് ആണ്. ജീവ പടത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണല്ലോ. രണ്ട് സോങ്സ് ആണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് ജീവിയും നിക്കി ഗൽറാണിയുള്ള ഒരു നല്ല റൊമാൻറ്റിക് സോങ്, അത് നമ്മൾ ട്രെയിലറിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. പിന്നെ ഒരു പബ് സോങ് ഉണ്ട്, നമ്മുടെ ആമേനൊക്കെ ഷൂട്ട് ചെയ്ത് ഡാർവിന്റെ പരിണാമം ഷൂട്ട് ചെയ്ത് അഭിനന്ദൻ രാമാനുജൻ അതിന്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീര. എനിക്ക് തോന്നുന്നത് അത് എന്റെ സിനിമയായോണ്ട് പറയല്ല, ഈ അടുത്ത കാലത്ത് കണ്ട പബ് സോങ്ങില് ഏറ്റവും ഗംഭീരമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പബ് സോങ് ആണ്. ആ രണ്ട് സോങ്ങും ഗംഭീരമായിട്ട് മഞ്ഞ ചോപ്പ് ലൈറ്റ് ഒക്കെ വരുമല്ലോ. ഈ ട്രെയിലർ ഇത്ര ഭംഗിയാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തേക്ക് ഭാഗങ്ങൾ എടുക്കുമ്പോ നമ്മൾ മൊത്തം അങ്ങനെ എൻഹാൻസ്ഡ് ആവും. ഒരു സൈബർ ക്രൈം ആണല്ലോ ഇതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് നടക്കുന്ന പശ്ചാത്തലം ചെന്നൈ ആണ്. ലൈക്ക് പക്ഷെ ഇത് എവിടെ വേണമെങ്കിലും നടക്കാവുന്ന ഒരു കഥയാണ്. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന, ആർക്കും റിലേറ്റ് ചെയ്യാവുന്ന, ആരുടെ ജീവിതത്തിലും നടക്കാവുന്ന ഒരു കഥയാണ്. ഇപ്പൊ എന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചു, സിനിമ ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തല്ലോ, ഷൂട്ടും മറ്റേ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് അത് വന്നപ്പോ പലരും ചോദിച്ചത് എന്താ വെച്ചാൽ ഇത് ടെക്നോളജി സിനിമയാണ്, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്, നിങ്ങളുടെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി പോകില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി പോകില്ല. അപ്പൊ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എത്ര കാലത്തോളം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുവോ, ആളുകൾ എത്ര കാലത്തോളം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്നുള്ളൂ, അത്രയും കാലം ഈ സിനിമയ്ക്ക് റെലവൻസ് ഉണ്ട്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ വലിയ പ്രായമായ ആളുകൾക്ക് വരെ മനസ്സിലാവുകയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫോർ എക്സാമ്പിൾ, മിഥുന്റെ ഫോണിന്റെ പാസ്വേഡ് എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് മിഥുനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. അതെന്തായാലും അതിപ്പോ അങ്ങനെ ഞാൻ ചെയ്തോളാം. ഇവിടെ വന്ന് കഴിഞ്ഞ തവണ ഇത്രയും പറഞ്ഞുകൊണ്ടാണല്ലോ ട്രെയിലറിൽ കയറാൻ പറ്റിയത്. ഇപ്പൊ അവര് പോസ്റ്റേഴ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് കോമഡി ഉത്സവം പറഞ്ഞുകൊണ്ട് ഒരു 10 സെക്കൻഡ്സ് എന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒരു 9 സെക്കൻഡ്സിന്റെ ഒരു വീഡിയോ വരെ അവര് നമുക്ക് ആ ടീസർ ഒന്ന് കാണാം. ആദ്യത്തെ ആ ഇരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇരുട്ടത്തുള്ള ഇരിപ്പിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നു. ഇപ്പൊ പോസ്റ്റേഴ്സിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഷോട്ട്സ്, നല്ല ലുക്ക് ആയിരുന്നു GP, നല്ല രസമായിരുന്നു. ആ താടിയൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിരുന്നു. താങ്ക് യു. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് ARMC ഫെർട്ടിലിറ്റി സെന്ററിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗിന് വരുന്നു ഗണേഷ്. ഇന്ന് ആർക്ക് വേണ്ടി സ്പോട്ട് ഡബ് ഉണ്ട്? തലപതി സർക്കാരിൽ ഒരു സീൻ. സർക്കാർ. ഓക്കെ, ഞാൻ പടം പ്രൊമോട്ട് ചെയ്യാൻ മലയാളം ചാനലിലാണോ തമിഴ് ചാനലിലാണോ ഇപ്പൊ കയറി എന്നുള്ളൊരു തമിഴ് പടത്തിന്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് മുഴുവൻ നമ്മൾ തമിഴ്, കാരണം ഇത് ചെന്നൈയിലും കൂടി ഹിറ്റ് ആവണം. അതാണ് നമ്മൾ ഒരുമിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോ അവിടെ. അപ്പോ உண்மையான காரணத்தை சொல்லட்டுமா? என் சொந்த ஊர் ராமேஸ்வரம். கரையில் வறுமைக்கும் கடல் எதிர்நாட்டு இராணுவத்துக்கும் பயந்து வாழ்ற நூற்றுக்கணக்கான மீனவ குடும்பத்தில் நானும் ஒருத்தர். மீன் பிடிக்க போனால் உயிருக்கு உத்தரவாதம் இல்லை. இறந்தவங்க குடும்பத்துக்காக போராடி போராடி மனசு துடிச்சு போயிட்டாங்க. எல்லா குடும்பத்திலையும் பசி. அப்போ ஒரு எலெக்ஷன் வந்தது. போட்டி போட்டு 2 கேண்டிடேட்ஸ் மேலே நம்பிக்கை இல்லை. ஓட்டு போடாமல் கடலுக்கு போயிட்டாங்க. கடலுக்கு போன அப்புறம் தான் அவங்களுக்கு தோணியிருக்கு, இந்த அரசியல்வாதிகளுக்கெல்லாம் 5 வருஷம் பவர் இருக்கு, ஆனால் அந்த பொதுமக்களுக்கு அந்த ஒரே ஒரு நாள் தான் பவர். அந்த நாளிலேயும் வயிற்று பொழப்புக்காக வந்துட்டோமேன்னு திரும்பி போக முயற்சி பண்ணியிருக்காங்க. அப்போதான் எதிர்நாட்டு இராணுவம் இந்த அப்பாவி மீனவர்களை சுட ஆரம்பிச்சிருக்கு. அதில் எங்க அப்பா அதில் எங்கள் அப்பாவோட சேர்த்து 13 பேர் செத்துட்டாங்க. இந்த பொழைச்சவங்களாம் அந்த அடிப்பட்டவங்களை படகுல தூக்கி போட்டு கரைக்கு ஓட்டிட்டு வரும்போது
குண்டடிப்பட்ட எங்க அப்பா சொல்லியிருக்காரு, என்னை கரைக்கெல்லாம் கொண்டு போவாதீங்க, என்னை கொண்டு போனா மாலை மோளம் சடங்குன்னு ஒரு 2000 ரூபாய் செலவாகும், அதுக்கு என் பசங்க 2 வருஷம் சாப்பிடுவாங்க, அதனால என்னோட உடம்ப கடலே தூக்கி போட்டுருக்குன்னு கெஞ்சிருக்காரு. உயிர் போனதும் போட்டாங்க கடலே. எல்லாரும் அசிய கரையில கரைப்பாங்க, நாங்க எங்க அப்பாவை கரைச்சிட்டோம். அந்த எலெக்ஷன் ஜெயிச்சவும் யாருக்குமே எதுவுமே பண்ணல. மீனவ சங்கம் தான் எங்க அம்மாவை படிக்க வச்சது. படிச்சு ஸ்கூல் டீச்சர் ஆனாங்க, எங்களையும் படிக்க வச்சாங்க. வெறித்தனமா படிச்சேன், வெறித்தனமா. கிடைக்கிற இன்டர்வியூஸ் எல்லாம் அட்டென்ட் பண்ணேன். எந்த ஊருக்கு எந்த நாட்டுக்கு போனாலும் வந்துருவேன். எலெக்ஷனுக்கு இங்க யார கேட்டீங்களா? உப்பு போட்ட சோத்த தின்றியான்னு. நான் மீனவன்டா, உப்போட காத்த சுவாசிக்கிறவன். இதுல விஜய் மட்டும்தான் இருந்தது. தேங்க்யூ தேங்க்யூ. எங்கேயுமே நீ இல்ல. ഗണേഷ് നമസ്കാരം. വിജയ് സാറ് പോക്കരി പടത്തിലെ ഒരു ഡയലോഗ്സ് ചെറിയ പൈസ അല്ലേ പറയും, ഗണ്ണ എപ്പടി ഇറുക്കല്ല മുഖ്യം, ഗണ്ണപ്പടി ഇറങ്ങതാ മുഖ്യം അല്ലേ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ വിജയ് സാറിൻ്റെ ഈ ഡയലോഗ്സ് ചെയ്തപ്പോൾ ഇത്രയും ലെങ്തുള്ള ഡയലോഗ്സ്, അതേ ഫീലിങ്സ് നമ്മൾ എങ്ങനെ ഒരു സിനിമ പാത്ത് ഇരിക്കും അല്ലേ, അന്ത മാതിരി നിങ്ങൾ പെർഫോം பண்ணி വെച്ചിട്ടുണ്ട്. ഗംഭീരമായി. தேங்க்யூ சார். നമുക്കതിൽ നിന്ന് നമ്മളൊരു സിനിമ കണ്ടൊരു ഫീലാണ്. ഫിലിം എപ്പോഴും കാണുക, കാരണം അതിൽ വിജയ് സാറിൻ്റെ എല്ലാ പടവും മാസ് ഡയലോഗ് ഇരിക്കുക. മാസ് ഡയലോഗ് നമ്മളൊക്കെ വിജയ് സാറിനെ ആരാധിക്കുന്നത് അല്ലെ കൈയടിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഫീലിങ്സ് ഉള്ള ഡയലോഗ് ഗംഭീരമാണ്, പക്ക ഫീലിങ്സ്, ഓൾ പെർഫെക്റ്റ്. താങ്ക് യു സർ. ജിപി എപ്പോഴും ഒരു സീനിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ഇമോഷനാണ്. ഇപ്പം ഇത് സ്പോട്ട് ഡബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ മീറ്റർ പിടിക്കുക, അത് ലിപ്സിങ് ചെയ്യുക, അത് മുഴുവൻ ബൈ ഹാർട്ട് പഠിക്കുക, അതൊക്കെ അതിൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷെ അതിന് ലൈഫ് കൊടുക്കുന്നത് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങളാണോ ഡബ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടോ, പലപ്പോഴും കൈയടിക്കാൻ പോലും ആൾക്കാർ മാറി നിന്നിട്ട് ആളുകളുടെ അറ്റൻഷൻ ആ സീനിലേക്ക് പോയി എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. அந்த இமோஷன் நீங்கள் கரெக்டாக பிடிச்சிருக்கு. அதான் அந்த சீனோட லைஃபே அந்த இமோஷன் தான். அது உங்களுக்கு கரெக்டாக கிடைச்சிருக்கு. தேங்க்யூ சார். ராஜுடா. கணேஷ் அமேசிங். தேங்க்யூ. திங் என்னன்னா இவ்வளவு நேரம் படித்து டப் பண்ணுறது ரொம்ப கஷ்டம். இங்கே நல்லா பண்ணியிருக்கேன். இவ்வளவு நேரம் ஒரு 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 டயலாக் கூட மிஸ் ஆகலை. நல்லா அந்த ஃபீலிங்கோட டப் பண்ணியிருக்கு. ஆல் தி பெஸ்ட். ரொம்ப நல்லா பண்ணிட்டு இருக்கேன். ஓகே, தேங்க் யூ, தேங்க்ஸ் a lot. டோ நெக்ஸ்ட் டைம் வரும்போது கண்டிப்பா நியூ ஒன். கண்டிப்பா. ஆல் தி பெஸ்ட். தேங்க் யூ. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് ARMC ഫെർട്ടിലിറ്റി സെന്ററിൽ ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ കാണാം. കൈവിരലുകളിൽ കലയുടെ കൈപുണ്യവുമായി ജൈത്രയാത്ര തുടരുന്ന കലാകാരൻ സന്തോഷ് പേരൂർ. 8 വർഷമായി മിനിയേച്ചർ മോഡലുകൾ ചെയ്യുന്ന ഇദ്ദേഹം ഏറ്റുമാനൂരിൽ ആർട്ടിസ്റ്റിക് ആൻഡ് സ്റ്റിക്കർ വർക്ക്ഷോപ്പും സ്വന്തമായി നടത്തിവരുന്നു. താജ്മഹൽ, ടൈറ്റാനിക് ഷിപ്പ്, ഗൾഫ് വിമാനം, ഹൗസ് ബോട്ട് തുടങ്ങിയവ നിർമ്മിച്ച് ഓൺലൈൻ ആർട്ട് കോമ്പറ്റീഷനുകളിൽ നിരവധി പ്രാവശ്യം വിജയിയായിട്ടുണ്ട് സന്തോഷ് പേരൂർ. എക്സോട്ടിക് ഡ്രീംസ് ആർട്ടിസ്റ്റിക് കൂട്ടായ്മ അവാർഡ്, ശങ്കേഴ്സ് കാർട്ടൂൺ കോൺടെസ്റ്റ് പുരസ്കാരം തുടങ്ങി ഒട്ടനവധി അംഗീകാരങ്ങൾ ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്. കൈവിരലുകളിൽ കരവിരുതിന്റെ മാന്ത്രികത ഒളിപ്പിച്ച് വിസ്മയങ്ങൾ ഒരുക്കുന്ന സന്തോഷ് പേരൂരിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. നല്ല വീഡിയോയുടെ സ്വാഗതം ചെയ്യാം സന്തോഷ് പേരൂർ. സ്വാഗതം. സന്തോഷ് എന്ത് ചെയ്യുന്നു? ആർട്ടിസ്റ്റ് ആണ്, പിന്നെ സ്റ്റിക്കർ വർക്ക് ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുന്നു ഏറ്റുമാനൂര്. അതെ, പക്ഷെ താങ്കൾ ഫേമസ് ആയിരിക്കുന്നത് ഒരുപാട് മിനിയേച്ചറുകൾ വളരെ കിടിലമായിട്ടല്ലേ, സ്കെയിൽ മോഡലുകൾ ഉണ്ടാക്കുന്നതിലാണ് അറിഞ്ഞത്. യൂട്യൂബിലൊക്കെ ആ വീഡിയോ ആണ് കയറി വൈറലായിട്ടുള്ളത് അല്ലേ. മിനിയേച്ചേഴ്സ് എങ്ങനെയാ ചെയ്തു തുടങ്ങിയത്? ഇപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സ് കണ്ട് അങ്ങനെ ഒരു താല്പര്യം തോന്നി ചെയ്ത ആണല്ലേ, വേറെ ആൾക്കാർ ചെയ്യണത് കണ്ടിട്ട്. അപ്പൊ ഇതിനു വേണ്ടിട്ട് ഒരു സ്കിൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ചെയ്താണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ. ഇതെല്ലാ പോർഷൻസും പുള്ളി ഉണ്ടാക്കിയതാണ്, ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. ഈ പീസായിട്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ
ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ട്രക്ചർ ഇവിടെ പുള്ളി അതിന്റെ മിനിയേച്ചർ ഉണ്ടാക്കാൻ പോവാണ്. താജ്മഹാളിന്റെ മിനിയേച്ചർ ആണ് പുള്ളി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇനി അത് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം പാട്ട് പാടിയാണ് അത് ഉണ്ടാക്കുന്നത്. റെഡി? ട്രാക്ക് പറയട്ടെ. ട്രാക്ക്. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്റെ മന്ദാരം, ഓ നീലമച്ചുള്ള കൂടാരം, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നീയാമ്പലേ. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്റെ മന്ദാരം, ഓ സിന്ദൂര സന്ധ്യ മറഞ്ഞേ ചന്തമൊരുങ്ങുന്നേ, മാറിൽ ചന്ദനം തൂകുന്നേ, കല്യാണി മുല്ലക്കിനാവിൽ കണ്ണു തുറക്കുന്നേ, മെല്ലെ ഓടിയൊടുക്കുന്നേ. ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയേനെ, ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയേനെ. മേഘമേ നീ വന്നു മൂടല്ലേ വിണ്ണിൻ പൊൻകിണ്ണം, മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്റെ മന്ദാരം, ഓ നീലമച്ചുള്ള കൂടാരം, പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നീയാമ്പലേ. കലക്കി കേട്ടോ, അസലായിട്ട് ചെയ്തു. ഇതിന്റെ ഓരോ ഭാഗവും കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? അതെ അതെ. അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എത്ര സമയം എടുത്തതാണ് ഇതെല്ലാം ഉണ്ടാകാനായിട്ട്? ഇത് ഒരു മാസത്തോളം എടുത്തു. ഒരു മാസത്തോളം ടൈം ജോലിക്കിടയ്ക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് അനുസരിച്ച് ചെയ്തതാണ്. വേറെ ഉണ്ടാക്കിയ മിനിയേച്ചേഴ്സും നമുക്ക് കാണാം. ഓക്കെ, ടൈറ്റാനിക് ഷിപ്പ്. ആഹാ, ടൈറ്റാനിക് ഉണ്ട്. ഉയ്. ഹൈ. ഇല്ല. ഈ ഭാഗത്തായിട്ടായിരിക്കും അല്ലെ ആ ജാക്ക് റോസും കൂടി എനിക്ക് തോന്നിയ ജാക്കിന് റോസിനെയാണ് തിരയുന്നത്. അതെ അതെ, ഈ ഭാഗത്ത് എവിടെയോ ആയിരിക്കും. ആയിരിക്കും. പിന്നെ അടുത്ത് വാഴക്കൊല. ഓരോന്നെടുത്ത് കഴിച്ചാലോ? റിയൽ അല്ലേ? നോക്കിയേ, കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായത്. ടൈറ്റാനിക്കും താജ്മഹലും വാഴക്കുല. ലാലേട്ടന്റെ പുലിമുരുകനിലെ മയിൽവാഹനം. അത് ശരി. ഒയ്യോ, എന്ത് ഡീറ്റെയിൽ ആണെന്നറിയോ അകത്തൊക്കെ. ഇതാ കണ്ടോളൂ. എന്നിട്ട് ഇതാ അകത്ത് ടാറ്റയുടെ ബാറ്ററി വരെ കാണാം. KSRTC. ഇത് കോട്ടയത്തോട്ടുള്ള ചങ്ങനാശ്ശേരി. ഓക്കെ, ഇതിൽ കറക്റ്റ് ഡ്രൈവറിന് വരെ കാണാം. ദാ വൈപ്പർ, അങ്ങനെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ. ഓരോ സീറ്റുകളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് അല്ലേ? അകത്ത് മാത്രമല്ല, അന്തർ വികലാംഗറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷേ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്നൊന്നും കണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടാണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ ഡീറ്റെയിൽ എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ താജ്മഹൽ കണ്ടു, അതിനകത്ത് വെള്ളം വരെ നിങ്ങൾ ഒഴിക്കുക. അത് കഴിഞ്ഞ ശേഷം പുലിവാഹൻ, ഈ മയിൽവാഹനം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആ വണ്ടി ഇപ്പോഴും കിടപ്പുണ്ട്. കാര്യം നമ്മുടെ തൊട്ടടുത്താണ് പ്രൊഡ്യൂസർ ടോമിച്ച മുളപ്പാടത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫാമില് ഈ വണ്ടി ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ വണ്ടി കാണും. അവിടെയൊക്കെ ഉള്ളവർക്ക് ലാലേട്ടനെ പോലെ വലിയ ഹീറോ ആണ് ഈ മയിൽവാഹൻ. അതുപോലെ വാഴക്കൊല, ടൈറ്റാനിക്. പിന്നെ അതിനകത്ത് ഒരു കുറവ് നമ്മുടെ ജാക്കാൻ അല്ലേ,
അത് മാത്രമേ ഉള്ളൂ. ജാക്ക് റോസും ഇല്ല. ജാക്ക് റോസും ഇല്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. ആ കപ്പിത്താൻ ആരും അന്വേഷിക്കുന്നു. അപ്പൊ ഇത് അതിനകത്ത് തന്നെ താഴെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാട്ട് പാടി അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള സാധനം അസാധ്യമായ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ? സെയിൽ ചെയ്യുന്നുണ്ട്, ഓർഡർ എടുക്കാറുണ്ട്. എന്തായാലും ഇനിയും ഇത് പറഞ്ഞ പോലെ ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ. സന്തോഷ്, ഒരു നല്ല അല്ലേ, ഒരു ഗംഭീരമായ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിബി, ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നാളുകൾ എടുത്ത് ഉണ്ടാക്കിയ ഒരു സ്വപ്ന സൗധം താങ്കൾ പാട്ടും പാടി ഉണ്ടാക്കിയില്ലേ? അത് ആ ഐഡിയ തന്നെ എനിക്ക് ഭയങ്കര രസമായി തോന്നി. കാരണം ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് രസമായി തോന്നി. ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഡീറ്റെയിലിംഗ്, അതാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്. കാരണം ഇതിപ്പോൾ വേണമെങ്കിൽ ആ ഒരു മയിൽവാഹനമാണെങ്കിലും KSRTC ആണെങ്കിലും ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാനൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് ഈ കാണുന്ന ഓരോന്നിനും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് ആ ഡീറ്റെയിലിങ്ങിൽ പോയതുകൊണ്ടാണ്. നമ്മളിപ്പോൾ അഭിനയമാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും മിമിക്രി ആണെങ്കിലും ഇവിടെ കയ്യടി വരുന്നതൊക്കെ സാധാരണ ലെവലിൽ നിന്ന് പോയിട്ട് ഒരു എലമെൻ്റ് ഓഫ് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ഡീറ്റെയിലിംഗ് ഇതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻസ്. അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ടുവന്നാണ് ഇത് ഇത്രയും എല്ലാവർക്കും ഇതിൽ ഇംപ്രഷൻ വരുന്നത്. കാരണം ഇത്രയും ഇപ്പം ക്യാമറയിൽ നിന്നല്ല, നമുക്ക് ഇവിടുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട്, ആ ഡീറ്റെയിലിംഗ് വന്നത് താങ്കൾക്ക് ഇത് എത്രത്തോളം താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വൃത്തിയായിട്ട് അതിനകത്ത് അറിയുന്നുണ്ട്. കാരണം ആ മനസ്സ് അതിനകത്തിരിക്കുന്ന എല്ലാത്തിലും കൃത്യമായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ആ മനസ്സ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് ജനങ്ങളിലേക്ക് എത്തും എന്ന് പറയും. അപ്പോൾ താങ്കൾ ഉണ്ടാക്കിയ ഓരോന്നും അതിൽ ആ മനസ്സുള്ളത് കൊണ്ടാണ് ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഫീൽ ചെയ്യുന്നത്. പറയാൻ ഒരു സിനിമയിൽ ആർട്ട് ഡയറക്ടർ ആരെയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പായിട്ട്. കാരണം അത്രയും പെർഫെക്ഷൻ ആണ് ഓരോന്നും. അതെ, കാരണം ആക്സിഡൻസിനൊക്കെ ആയിട്ട് മറ്റേ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ പെർഫെക്റ്റ് ആണല്ലോ. ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ എല്ലാം അതല്ലേ ചെയ്യുള്ളൂ. കൂടുതലായിട്ടും മലയാള സിനിമയിൽ എനിക്ക് കൂടുതൽ അങ്ങനെ വന്നിട്ടില്ല. തമിഴും തെലുങ്ക് ഹിന്ദിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് എന്തായാലും ആവശ്യം വരും. സിനിമയിൽ തന്നെ കാണട്ടെ താങ്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സന്തോഷ്. കാപ്പിപ്പൊടി ചാലിച്ചോ? അടിപൊളി. ഓ വണ്ടർഫുൾ. താങ്ക് യു കേട്ടോ. താങ്ക് യു. താങ്ക്സ് അലോട്ട് സന്തോഷ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. എല്ലാവരും നല്ലൊരു കൈയടി. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് ARMC ഫെർട്ടിലിറ്റി സെന്റർ. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നു ശ്രുതി സുന്ദർ ആൻഡ് ജാവേദ്. വണക്കം, വെൽക്കം. ശ്രുതി വെൽക്കം. ஜாவேத் தமிழ்நாட்டில் எங்க இருந்து? சென்னை. ஓகே. அங்க என்ன பண்ணிட்டு இருக்கீங்க சார்? பிஎஸ்சி கெமிஸ்ட்ரி ஸ்டடி. பிஎஸ்சி கெமிஸ்ட்ரி படிச்சிட்டு இருக்கீங்க. தியேட்டர் ஆர்டிஸ்ட். காலேஜ்ல மிமிக்ரி ஆர்டிஸ்டா? மிமிக்ரி ஆர்டிஸ்ட். யாரெல்லாம் இருக்கு லிஸ்ட்ல? தலா அஜித் சார் and விஜய் சேதுபதி, മനോബാല സാർ. മനോബാല. വെരി ഗുഡ്. ശ്രുതി, എവിടെ വീട്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അത് ശരി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. അത് ശരി. ഓക്കേ. പറഞ്ഞു വരുമ്പം എല്ലാം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത്. ശ്രുതി അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സെന്റ് സേവിയസ് കോളേജില് 3rd ഇയർ BSc സെന്റ് സേവിയസ് കോളേജ്. എനിക്ക് മറവേനസാണല്ലോ. അപ്പോ രണ്ടുപേരും BSc കാരാണല്ലേ? ഓക്കെ. അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ള? ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ, ജാനകി അമ്മ. വെരി ഗുഡ്. ജാവേദ്, നമ്പർ சொல்லுங்க. 12. Let's open 12. ஜானகியம் ഇവിടെ ലിസ്റ്റിലുണ്ട്. വരാം. ജാനകിയം അത്രയില്ല. நான் போன பின்பும் நீ வாழ வேண்டும் எந்த மூச்சும் உனக்குள்ளும். எவனுக்காவது பொண்டாட்டி குழந்தை குட்டின்னு சென்டிமெண்ட் கிட்டிமெண்ட் இருந்தா அப்படியே ஓடி போயிடு. கொலை காண்ல இருக்க அவனை கொல்லாம விட மாட்டேன். ഒരു മിനിറ്റ്, ഓഫ് ദ ട്രാക്ക് ടിജോൺ ആയിരിക്കുന്നത്. അപ്പൊ ശ്രുതി ജാനകിയമ്മ ലിസ്റ്റിലുണ്ട്, കേൾക്കാം. நான் போன பின்னும் நீ வாழ வேண்டும் எந்த மூச்சில் உனக்குள்ளும் உண்டு. வானெல்லாம் வண்ணம், பூவெல்லாம் வாசம், நான் வாழும் உலகில் தெய்வங்கள் உண்டு. நீ பெருமையில் இல்லை, உந்தன் தந்தை பேர் சொல்லும் பிள்ளை. ஊரும் பெரிதில்லை, கலங்காதே கண்ணே, உலகம் விளையாட உன் கண் முன்னே. காலம் கரைந்தோடும் உன் வாழ்வில் துணி சேரும், மீண்டும் நான் உன் பிள்ளை.
ഇനി നമ്പറും ശ്രുതിയുടെ തന്നെയാണ്. ശ്രുതി നമ്പർ പറയും. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആശ ഭോസ്ലെ ലിസ്റ്റിലുള്ളതാണ്. കേൾക്കാം. ഓക്കെ, கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா? அந்த நேரம் அன்பு தூரல் போடாதா? கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா? அந்த நேரம் அன்பு தூரல் போடாதா? கொஞ்ச நேரம் எல்லை மீறக்கூடாதா? அந்த நேரம் இன்ப நேரம் இன்னும் நீளக்கூடாதா? கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா? அந்த நேரம் அன்பு தூரல் போடாதா? அப்போ நம்பர் சொல்லுங்க சார். நம்பர் 7. லெட்ஸ் ஓபன் நம்பர் 7. வடிவேலு லிஸ்ட்ல இருக்கா? இல்ல. ஆஹா, ஆனா ஒண்ணு போட்டு விட்டு நம்ம பீதியை கிளப்புறாங்க. இங்க டிஸ்கோ இல்ல, டிசிப்ளின் வேணும். இது உன்னோட டிஸ்மிஸ் ஆர்டர். உன் பொட்டியை தூக்கிட்டு வெளியே போ. ரிஜோ தமிழ்ல ஒரு பிடித்தம் பிடிச்சிருந்தப்போ. ஓகே, നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. വിജയ് സേതുപതി ഇവിടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ ഇവിടെ ട്രൈ ചെയ്യണം. എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞോ. ഞാൻ പേര് വിജയ് സേതുപതി എന്നോ അങ്ങനെ എന്തെങ്കിലും പറ. ജാനു, ഐ ലവ് യു ജാനു. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്. എവിടെ നശിപ്പിച്ചു അനുഭവിച്ചു. ഓക്കെ, വിജയ് സേതുപതി. காலேஜ் படிக்கும்போது ஆசை கனவுலாம் இருந்தது. ஆக்சுவலாக எனக்கும் எங்க ஊர்ல ஒருத்தன் இங்க தொழிச்ச பொருளை இங்க தேடினா, ஏன்டா இங்க தொழிச்ச பொருளை இங்க போய் தேடுங்க கேட்டதுக்கு இருட்டா இருக்கு, இங்கதான் வெளிச்சமா இருக்கு சொன்னா. அந்த மாதிரி சார் நீ சொல்ற கதை நேரம் எங்க அம்மா போய் அம்மா கும்பலாட்டு விலைவாசலாம் கும்பிடுதுமா, நம்ம எப்படிமா கம்முடுதுன்னு கேட்டா என் அம்மா உம்முனுக்குது. ஓ, ஓகே பேபி, அது ஓகே பேபி. அப்போ நம்பர் லாஸ்ட் நம்பர் 6. லெட்ஸ் ஓபன் நம்பர் 6. சங்கராடி மலையாளத்துல பெரிய நடிகர் இவரு. அதாவது நான் ஒரு வாய்ஸ் கேட்டா அது வராது, எக்ஸ்ட்ரா எதோ வருது. உயிர் மேல ஆசை இருந்தா ஓடி போயிடு, இல்ல உன்னை பீஸா வெட்டிடுவேன். ടിജോയ്ക്ക് അവനോട് വിരോധമുണ്ട്. ഫുൾ ടൈം ഭീഷണിയാ അല്ലേ? ടിജോ കുറയ്ക്കടാ. ഓക്കെ, ലാസ്റ്റ് നമ്പർ. നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. ഇളയ தளபதி விஜய் லிஸ்ட்ல இருக்குல்ல? இல்ல லிஸ்ட்ல இல்ல. നെഞ്ചിൽ കുടിയിരിക്കും നൻപാ നൻപി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. നാല് ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്രജോട്ടാ, രണ്ടുപേരുടെ 3 നമ്പർ ഉണ്ട്. പ്രജോട്ടാ ഇങ്ങോട്ട് വരും. ശ്രുതിയുടെ ലിസ്റ്റിൽ ഇനി ഒരേ ഒരാൾ കൂടി. ആരാണ്? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ. കേൾക്കാം. അപ്പൊ ഇനി ജാവേദ് தல அஜித்தோட 2 மாடுலேஷன். ഓക്കെ,
பொதுவாக எந்த ஃபங்க்ஷனுக்கு போக மாட்டேன். எனக்கு இங்கே வந்திருக்கேனா உங்களுக்காக மட்டும்தான். சாப்பிட்டீங்களா? நல்லா இருக்கீங்களா? நம்ம கூட இருக்கலாம், நம்ம பார்த்துக்கிட்டா மேலே இருக்கிறவன் நம்மளை பார்த்துப்பான். என்ன நான் சொல்கிறது? இது நார்மல். ஓகே. அண்ட் ஓல்டு வாய்ஸ். ஏய் ஏய் இங்கே பார்த்து தொலைச்சி, நான் பார்த்து வாழ்ந்த வீட்டு மாறல, தாட மல்த காட்டு மரம் பெட்ட நினச்சா அந்த கோடாரி கூட சுத்திக்கும். அது ஏய் என்ன நீ யாரோ ரோட்ல போற பொண்ணை பார்த்து ஐ லவ் யூன்னு சொல்லிட்டு இருக்க, நீ என்ன லூசா? நீ வேணா பாரு, அந்த பொண்ணை வந்து என்கிட்ட ஐ லவ் யூ சொல்ல வைப்பேன். அதே மனோபாலா. ஐயோ பாவா அந்த சித்தாக்கார வந்துட்டா பாவா. எனக்கு தெரியும் சித்தாடா லாத்தி லாத்திய வச்சு பேச கிளி பாவா கிளி. ഇതിനെ അപ്പോൾ ശ്രുതി ആൻഡ് ജാവിദ് രണ്ടുപേരും കോമഡി ഉത്സവത്തിന്റെ പുതിയ അതിഥികളാണ്. അപ്പോൾ അതിഥികൾക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ശ്രുതിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രുതി ഒരുപാട് മിമിക്രി ചെയ്ത്, അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അനുകരിച്ച് പ്രാക്ടീസ് വെച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ലിസ്റ്റിൽ വരുമ്പോൾ ഇല്ലാത്തതൊക്കെ കാര്യം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിജയ് പറഞ്ഞ ഡയലോഗ് എന്തെങ്കിലും ഡയലോഗ് പറയുന്നുണ്ട്. പിന്നെ ശ്രുതി വോയിസ് അസാമാന്യ വോയിസ് ആണ് കേട്ടോ. ജാനകിയമ്മയുടെ വോയിസ് ഗംഭീരമായിരുന്നു. ആശാ ഭോസ്ലെ, അതുപോലെ ലതാജി നമുക്ക് കറക്റ്റ് ഫീലാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, പാടുമ്പോൾ തുറന്നങ്ങ് പാടുക എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഈ വേദി എന്ന് പറയുന്നത് ഒരിക്കലും പേടിക്കേണ്ട വേദിയല്ല. അത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, കോമഡി ഉത്സവം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ചെറിയൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വോയിസ് ഗംഭീര വോയിസാണ് കേട്ടോ. ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. വേറെ ഗാനങ്ങളൊക്കെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? വേറെ ആരെങ്കിലും അനുകരിക്കാറുണ്ടോ? ഫീമെയിൽ വോയിസ്, ഭാവന, അങ്ങനെ ആർട്ടിസ്റ്റുകളെ അനുകരിക്കുക എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ഉള്ളിൽ. ഒന്ന് ജസ്റ്റ് ഞാൻ അതിട്ട് വെച്ചാൽ കമസാന്റെ പടത്തിൽ അങ്ങ് ടെൻഷനാന്നിട്ടോ, അയ്യോ പുതിയ പടം കമസാന്റെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെല്ലാവരും പറഞ്ഞാൽ എന്തിനാ ടെൻഷൻ ആവണേ കൗത്തിക്കട്ടെ ഇത് ചേച്ചി കമത്തിലെ മഞ്ചാറൊക്കെ ഉണ്ടല്ലോ വന്ന്. ഞാൻ പണ്ട് അഭിനയിച്ച പടം അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിച്ചൊരു പടം ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ചളിപ്പാണ്. എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അയ്യേ തോന്നിപ്പോ. പിന്നെ എന്റെ നമ്മളെ അത് കാണുമ്പോൾ എനിക്ക് അതിന്റെ ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ ഞാൻ കാണിച്ച ഓരോ മണ്ടത്തരങ്ങൾ നടന്നു വരുന്നൊക്കെ എനിക്ക് ഓർമ്മയായിരിക്കും. ചിരിപ്പോഴും ചിരി വരാം. സ്റ്റോക്ക് വെച്ചേക്കണ ചേട്ടാ, അടുത്ത ഇനിയും കൊണ്ടുവരാനുള്ള പ്ലാനില്ല. അല്ലെങ്കിൽ വിജയുടെ ഒക്കെ കുറെ ഡയലോഗ് പറഞ്ഞാൽ ശ്രുതി ഇവിടെ പേടിപ്പിച്ച് വെച്ചിരിക്കല്ലേ ഗ്രൂമർ. അവിടെ ഗ്രൂമർ ജാവിദ്, എന്തായാലും ഇവിടെ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. വിജയ് സേതുപതി ഇല്ലാതെ ഒരു കോമഡി ഉത്സവം ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ എപ്പിസോഡിലും ആരെങ്കിലും ഒക്കെ ഒന്ന് വിജയ്, പ്രത്യേകിച്ച് നിങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ. പിന്നെ അതിലിവർ പറയുന്നത് ഇപ്പം നമുക്ക് മമ്മൂക്കാലാലേട്ടനൊക്കെയാണ് അവിടെ കൂടുതൽ ആരാധിക്കുന്നത് അല്ലേ, തമിഴ് കൂടുതൽ പേര് ആരാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ കോമഡി ഉത്സവത്തിനും ഏറ്റവും അധികം ആരാധകർ തമിഴ്നാട്ടിൽ നിന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇവരെ പോലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നത്. நீங்க எடுத்த எல்லா ஸ்டார்ஸுமே ரொம்ப அழகா இருக்கு, ரொம்ப கம்பீரம். ரொம்ப கெல்லியாയിരിക്കുന്നു. അല്ല ഗംഭീരമാ இருக்கு. அஜித் தல வேரியேஷன்ஸ் நன்னா இருக்கு. ഇവിടെ വന്ന ഓരോ ആർട്ടിസ്റ്റുകളും വിജയ് സേതുപതി ഇമിറ്റേറ്റ് ചെയ്യും. എല്ലാമേ നല്ല ആർട്ടിസ്റ്റ്. മറ്റേ ആ വാക്ക് ഉപയോഗിച്ചില്ല, അതിലുപരി വേരിയസ് കൊളാന്ന്. അപ്പോ എന്റെ റോൾ മുടിഞ്ചച്ച്. இங்க ஒரு தமிழ் நடன் இருக்கு, நடிகர் ഫ്രം തമിഴ്നാട്. ജിബി തമിഴിൽ വലിയ സംസാരിക്കുന്നില്ല. ஜாவேத் நல்லா வந்திருக்கு, எஸ்பெஷலி அந்த மாடுலேஷன் கரெக்டாக வந்திருக்கு. 2 டிஃப்ரெண்ட் ஏஜ் நீங்க பிடிச்சிருக்கு இல்லையா, நல்லா இருக்கு. ஏன்னா எனக்கு பிடிச்சது விஜய் சேதுபதி சார். கரெக்டாக அது கரெக்டாக இருக்கு. எஸ்பெஷலி கொஞ்சம் டிஃபிகல்ட்டாக இருக்குல்ல அந்த மாடுலேஷன், அங்கெல்லாம் போய் வருது அந்த மாடுலேഷൻ. ஸோ நீங்கள் ரொம்ப நல்லா പിടിച്ചിരിക്കും. நல்லா താങ്ക് യു സർ. താങ്ക്സ്. ശ്രുതി നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരേ 3 ഡിഫറെൻറ്റ് വോയിസുകൾ പിടിച്ചു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പറഞ്ഞ പോലെ കുറച്ചും കൂടെ കൂടുതൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് സംഭവം കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഭാവനയുടെ വോയിസ് എടുത്തപ്പോഴാണ് നിങ്ങളുടെ വോയിസ് റേഞ്ച് ഇസ് വെരി ഗുഡ് എന്നുള്ളത് ശരിക്കും മനസ്സിലായത്. അതിൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ഡിഫറെൻ്റ്. എനിക്ക് തോന്നുന്നു അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അതാ പറഞ്ഞു, ഒരേ സാധനം ഒരേ ആള് 2 പെർഫോമൻസിൽ 2 കോൺഫിഡൻസ് ലെവലാണ്. ഇപ്പം ഭാവനയുടെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ഭാവനയുടെ ഫേസ് തന്നെ ശരിക്കും വന്നു. അത് വളരെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് സിംഗിങ്ങിലും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും. കാരണം ലതാമ്മയുടെയൊക്കെ വോയിസിൻ്റെ ആ ടെക്സ്ചർ വന്നിട്ടുണ്ട്. പക്ഷേ എളുപ്പമല്ല, അവർ പാടിയിട്ടുള്ള എല്ലാ പാട്ടും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ആ കോൺഫിഡൻസ് അതിൽ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗംഭീരമാവും. ബിക്കോസ് യു ഹാവ് ദ ടാലന്റ്. മനോബാല കൂടെ ഇപ്പൊ ഒരു പടം നടിച്ചത്, അത് നാദിർഷ പടം, அஜித் மரப்பு. அவரு கூட ஒரு 5 நாளா இருந்தாங்க லொகேஷன்ல பொள்ளாச்சியில். ஓகே.
கரெக்டாக அவர் பேசுறதெல்லாம் இந்த மாதிரி தான். ஐயோ அந்த பாடி லாங்குவேஜ் பாடி லாங்குவேஜ் கூட அது மாதிரி. இது வந்து சிறுதை சிறுமையில் இல்ல சார் அவர் நல்லா சமையல் பண்ணுவார், நல்லா சூப்பராக பண்ணுவார். சூப்பராக இருந்தது. ചെന്നൈ தானே നിങ്ങൾ? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രുതി, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഓപ്പണായി പാടിയാൽ നന്നായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട, പറഞ്ഞ പോലെ തന്നെ ഡൗട്ട് ഒട്ടും വേണ്ട. കാരണം ഒരു ചെറിയ കൊഞ്ചല് മറ്റേ ഒരു വോയിസിൽ കിടക്കുന്നുണ്ട്. അടുത്തത് പാടുമ്പോൾ ആ ഒരു ഒന്ന് ഇതാക്കിയിട്ട് തുടക്കം സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ, പിന്നെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് പാടുക. കാരണം എന്താ വെച്ചാൽ നല്ല കഴിവുള്ള കലാകാരിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത സ്റ്റേജിൽ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ചെയ്യാവുന്ന ഏതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ അങ്ങ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. ശ്രുതി കലക്കി, ജാവേദ് സൂപ്പർ. രണ്ടുപേരും കൈപിടി ജയിപ്പിക്കട്ടെ പ്രജോട്ടാ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് ARMC ഫെർട്ടിലിറ്റി സെന്ററിൽ ഇന്ന് മാധ്യമ ലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് വീഡിയോ പ്രൊഫൈലാണ്. ദൃശ്യമാധ്യമ രംഗത്ത് രാജ്യത്തെ ഏറ്റവും സീനിയറായ വാർത്താ അവതാരകൻ ആർ ബാലകൃഷ്ണൻ. 1987 മുതൽ ദൂരദർശനിൽ വാർത്താവതാരകനായി മാറിയ ആർ ബാലകൃഷ്ണൻ മലയാളി മുഖങ്ങളിൽ ആകാംക്ഷയും കൗതുകവും വാർത്തകളുടെ വിഹുലതകളും സമ്മാനിച്ച് അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്നു. ദൂരദർശനിൽ വാർത്താവതാരകനായിരിക്കുമ്പോൾ തന്നെ ജന്മഭൂമി ദിനപത്രത്തിലൂടെ അച്ചടി മാധ്യമത്തിലും സാന്നിധ്യമായി ഇദ്ദേഹം. ആകാശവാണിയിലെ അനൗൺസർ ജോലിയോടൊപ്പം തന്നെ പത്രങ്ങളിലും മാസികകളിലും കായിക ചലച്ചിത്രക്കോളങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഈ വ്യക്തിത്വം. സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക വിഷയങ്ങളിൽ പ്രഭാഷകനായും തിളങ്ങുന്ന ആർ ബാലകൃഷ്ണന് വാർത്താവതരണത്തിനും ലേഖനങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കുമൊക്കെ സർക്കാരിന്റേതുൾപ്പെടെ വിവിധ പ്രസ്ഥാനങ്ങളുടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആർ ബാലകൃഷ്ണന് കോമഡി ഉത്സവത്തിന്റെ ആദരവ്. നമ്മുടെ ഒരു കാലഘട്ടം, നമ്മുടെ ചെറുപ്പകാലം എന്നല്ല ഞാൻ പറയാം, ഒരു കാലഘട്ടത്തിലെ ന്യൂസ് വായന എന്ന് പറഞ്ഞാൽ ഈ ഒരു ശബ്ദമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ന്യൂസ് കേൾക്കുമ്പം അറിയാതെ നമ്മൾ ഉള്ളിൽ കേൾക്കുന്നത് ഈ ശബ്ദത്തിൽ തന്നെയായിരിക്കും. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ ശ്രീ ആർ ബാലകൃഷ്ണൻ. പുതിയ തലമുറയ്ക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയെന്ന് വരില്ല, പക്ഷേ നമ്മുടെ തലമുറയെല്ലാം വാർത്ത എന്ന് പറയുന്നത് ആദ്യമായി ദൂരദർശനിൽ ഇങ്ങനെ കാണുമ്പോൾ ഈ രൂപം തന്നെയാണ്. ഇപ്പോഴും ആ താടി മാറിയിട്ടില്ല, ഇതൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ന്യൂസ് വായന എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ആകാശവാണി എന്നാണോ ദൂരദർശനോട് വരുന്നത്, അതോ ദൂരദർശൻ തന്നെയായിരുന്നു? നേരിട്ട് ദൂരദർശൻ തന്നെയാണ്. എങ്ങനെയാണ് വാർത്താ വായനയിലേക്ക് എത്തുന്നത്? കാരണം അന്ന് അതൊരു അന്യമായിട്ടുള്ള ഒരു കലയാണല്ലോ. കാരണം ആർക്കും അറിയില്ല എങ്ങനെയാണെന്ന്. ഒരുപക്ഷെ വെളിയിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നാഷണൽ മീഡിയയിൽ ആ സമയത്തുണ്ട്, വെളിയിലുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്താ വായന എന്ന് പറയുന്ന സംഭവം. ഞാൻ ബേസിക്കലി ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ ആ സമയം നമ്മുടെ ദൂരദർശൻ വന്നു 85 വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മാധ്യമപ്രവർത്തകനാണ്, പത്രപ്രവർത്തകനാണ്. ഒരു പുതിയ മാധ്യമം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് മാറാനുള്ള താല്പര്യം വന്നു, മാറി അതിലങ്ങനെ തുടർന്നു എന്നുള്ളത്. ആ ശൈലിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാവണം അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വേറൊരാളുടെ പാറ്റേൺ അല്ല. പിന്നീട് ഒരുപാട് പേര് ആ ശൈലി പിന്തുടർന്നു എന്നുള്ളത് വേറെ കാര്യം. സത്യം പറഞ്ഞൊരു ശൈലി ഒന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് മുൻപിൽ ഒരാളുണ്ടായിരുന്നില്ല. നമുക്ക് ആകെ മുൻപിലുണ്ട് എന്ന് പറയാവുന്നത് രാമേന്ദ്രൻ സാറാണ്. പ്രാദേശിക വാർത്തകൾ അന്ന് വായിച്ചിരുന്ന പ്രാദേശിക വാർത്തകളും രാമേന്ദ്രൻ സാറാണ് നമുക്കൊരു വലിയ, നമ്മുടെ മുൻപിലൊരു ഐക്കൺ. അല്ലെങ്കിൽ ശങ്കരനാരായണൻ സാറ് ഡൽഹിയിൽ നിന്ന്. അപ്പം ഇങ്ങനെ കേട്ട് ഒരു ചില ശബ്ദങ്ങൾ മാത്രമാണ് നമുക്കൊരു മുൻപിലുണ്ടായിരുന്നത്. പിന്നെ ബാക്കി അങ്ങ് വരികയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ എഡിറ്റർമാരും മറ്റുള്ളവരും നാട്ടുകാരും, നമ്മൾ പോകുന്ന ഇടങ്ങളിലെ നാട്ടുകാരുടെയും ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി മാറാൻ. അങ്ങനെ നമ്മളിങ്ങനെ ഒരു 5-6 വർഷം കൊണ്ടൊക്കെ ആകാം അങ്ങനെ ഒരു ഇങ്ങനെയായി പാറ്റേൺ വന്നത്. ഈ ദൂരദർശൻ വാർത്താ വായന തുടങ്ങിയത് എന്തായിരുന്നാലും ഓർക്കുണ്ടാവില്ല. തുടങ്ങിയ ദിവസത്തെ വാർത്ത, അല്ലെങ്കിൽ ആദ്യത്തെ വായിച്ച വാർത്ത ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ വാർത്താ വായനയിലെ എന്തെങ്കിലും ഒരു എക്സെപ്റ്റ് ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർക്കത്തക്ക ഒരു ദിവസമായിരുന്നില്ല അത്. ഓർക്കത്തക്ക ഒരു ദിവസം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവമോ മറ്റോ ഉള്ളൊരു ദിവസമായിരുന്നില്ല. അല്ല, എന്നാൽ അങ്ങനെ ഒരു സംഭവം അനൗൺസ് ചെയ്തത് ഒരു പക്ഷേ ഇപ്പം അറിയാലോ നമുക്ക് ഈ വാർത്തയിലൂടെയാണ്. ഞാൻ രാമേന്ദ്രൻ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാമേന്ദ്രൻ സാർ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് എന്നാൽ ഇമോഷൻലെസ് ആയിട്ട് വായിക്കണം എന്ന് കരുതി അവിടെ ചെന്നിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണം വായിക്കുമ്പോഴാണ്. അതിൽ മരണം സ്വാഭാവികം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സന്തോഷം നൽകുന്ന വാർത്ത ഉണ്ടായിട്ടുണ്ട്. അതായത്
MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ച ദിവസം. അപ്പം അത് 5 മണിക്കാണ് ആ വാർത്ത. അന്ന് ദൂരദർശന് മാത്രമേ 5 മണി വാർത്തയുള്ളൂ, വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പോൾ 5 മണിക്ക് ഞാൻ അനൗൺസ് ചെയ്യുന്നൊരു തോന്നലായിരുന്നു എനിക്ക്. ഞാനാണ് ഈ ലോകത്തെ മുഴുവൻ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് 1 മണി വാർത്ത വായിച്ചു, 7 മണി വാർത്ത വായിക്കണം, 5 മണിക്ക് 4 മണിക്കോ മറ്റോ ആണ് ഇതൊന്നും എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് സമയം ഓർമ്മയില്ല. അപ്പോൾ 5 മണിക്ക് വായിക്കുമ്പോൾ ഞാൻ ഫ്ലോറിലേക്ക് വരുമ്പോൾ കേട്ടോ ഞാൻ പറയാൻ പോവുകയാണ്. എന്നുവെച്ചാൽ ആ വാർത്ത വായിക്കാൻ വല്ലാത്തൊരു ജാടയില്ല, വല്ലാത്ത ആവേശം ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഖത്ത് പ്രതിഫലിപ്പിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അത് MT ആയതുകൊണ്ടാവാം. ഒരു പക്ഷേ ആ ജ്ഞാനപീഠ പുരസ്കാരം ഒരു ഹിന്ദി സാഹിത്യകാരനാണെങ്കിൽ ഒരു സാധാരണ വാർത്ത പോലെ ഞാൻ അങ്ങ് വായിച്ചു പോയി. ആദ്യം കടലാസ് നോക്കി വായിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു കാര്യമായിരുന്നു. അതായത് കുറെ നേരം ഇടയ്ക്ക് മാത്രമേ നിങ്ങൾ കടലാസിൽ നോക്കുകയുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നോക്കിയിരുന്നല്ല വായിക്കുക, സ്ട്രൈറ്റ് ഫേസിലാണ്. അതപ്പം എങ്ങനെയായിരുന്നു അത്? ഫ്രണ്ടിൽ പ്രോംപ്റ്റർ ഉണ്ടോ? ഇല്ല, അന്ന് പ്രോംപ്റ്റർ ഇല്ല, അന്ന് ക്യാമറ മാത്രം. നമ്മൾ കടലാസ് നോക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി K. കരുണാകരൻ അന്നത്തെ പറയുകയാണെങ്കിൽ, അപ്പോൾ മുഖ്യമന്ത്രിയോട് അടുക്കുമ്പോൾ നമുക്കറിയാം അത് K. കരുണാകരനാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി K. കരുണാകരൻ നമുക്ക് ക്യാമറയിൽ അല്ലെങ്കിൽ പ്രസ്താവിച്ചു, അല്ലെങ്കിൽ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ തുടങ്ങിയ ഒരു ക്ലീഷേ പദങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും വരാവുന്ന. അത് കാണുമ്പോൾ നമുക്കറിയാം എൻ്റെ പുറകെ വരുന്നത് ഇന്നതാണ്. നമുക്ക് നേരത്തെ വായിച്ചു നോക്കിയൊരു അനുഭവം ഉണ്ടാവാം. അപ്പം അത്തരം വാചകങ്ങളൊക്കെ വാക്കുകളൊക്കെ നമുക്ക് ക്യാമറ നോക്കി പറയാം. അത് എനിക്കൊന്നല്ല, അതൊരു ശീലം കൊണ്ട് നമുക്ക് ഞങ്ങൾ എല്ലാവർക്കും അത് സാധിച്ചിരുന്നത്. പിന്നെ പ്രോംപ്റ്റർ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരാഴ്ചത്തെ ഒരു പരിശീലനം കൊണ്ട് പ്രോംപ്റ്ററിലേക്ക് വരാൻ സാധിച്ചു. ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ, ദൂരദർശന്റെ ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ വാർത്തകൾ വായിക്കുന്നത് R. ബാലകൃഷ്ണൻ എന്ന്. നമസ്കാരം. അത് അത്രയും പറയാം. തീർച്ചയായിട്ടും ഒന്ന് മ്യൂസിക് ഇടോ. നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഐക്കോണിക് അല്ലേ, ലെജൻഡറി എന്നൊക്കെ പറയാവുന്ന വാക്കുകളാണ്. അല്ല, നമ്മളെല്ലാവരും ഒറ്റയടി കുട്ടിക്കാലത്തോട് പോയില്ലേട്ടാ. പിന്നെ അല്ലേ, അത് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത് 1983 എന്ന് പറയുന്ന സിനിമയുണ്ട്, ഈ ബ്രിഷൻ ചെയ്ത പടത്തില്. ആ കാലഘട്ടം, പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ സാറിന്റെ ഈ വാർത്തകളൊക്കെ എടുത്ത്, കാര്യം കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൽ മൊത്തം സാറിന്റെ വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അടുത്ത് ക്യാപ്റ്റൻ സിനിമയില് പ്രജേഷ് അങ്ങനെ എന്നെ ഉപയോഗിച്ചു. പ്രജേഷ് എന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അന്ന് നമ്മൾ 92-ൽ 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കപ്പ് നേടും, സന്തോഷ് ട്രോഫി നേടുമ്പോൾ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പൊ വാർത്ത കാണിക്കുമ്പോൾ ദൂരദർശനെ കാണിക്കാൻ പറ്റൂ. മാത്രല്ല അടുത്ത ദിവസം അവധിയാണ്. അതെ. അതങ്ങനെ 2 സന്തോഷം. ഒന്ന്, ഈ അവധി പറയുമ്പോൾ കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ഞായറാഴ്ച സിനിമയ്ക്കിടയിൽ വാർത്ത വരുമ്പോൾ അമ്മമാര് മുഴുവൻ ശപിക്കും. അങ്ങനെ 2 ഉണ്ടായിട്ടുണ്ട്. 2 അല്ല, ഈ അവധി പ്രഖ്യാപിക്കുന്ന സാർ തന്നെയാണ്. ഈ ഞാനിവിടെ പ്രഖ്യാപിച്ച അവധി പ്രഖ്യാപിക്കുന്നത്. ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ് സർ. കാരണം ഒരുപക്ഷെ ഫസ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ ഒരു സെലിബ്രിറ്റി ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ എങ്ങനെയായിരുന്നു, അവരുടെ ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? കാരണം പലതും സാറ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിളിച്ചിട്ട് നാളത്തെ വാർത്ത എന്താ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഒരു വളരെ രസകരമായൊരു അനുഭവം പറയാൻ പറ്റുമോ? ഒരു തവണ തിരുവനന്തപുരത്തേക്ക് പോവുക. അപ്പോൾ ഞാൻ ഒരു കമ്പാർട്ട്മെന്റിൽ കയറുന്നു. യുവതിയും അവരുടെ അമ്മയും ഒരു കൊച്ചുമോളും. അപ്പോൾ ഞാനവരുടെ എതിർ സീറ്റിലിരുന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ചിരി ഒരു സുഖമില്ലാത്ത ചിരി, അമ്മയുടെ ചിരിയോ അത് തന്നെ. അപ്പൊ ഞാൻ ഇനി എൻ്റെ ഷർട്ടൊക്കെ നോക്കി, ഷർട്ടിന്റെ പ്രശ്നമാണോ, മുഖത്ത് താടിയുടെ പ്രശ്നം, ഇതൊക്കെ ഇങ്ങനെ വളരെ അറിയാത്ത പോലെ. അത് കഴിഞ്ഞ് ഞാനിരുന്നു. അവര് ചിരി മാറ്റുന്നില്ല. എനിക്ക് ചമ്മാദ്യം വയ്യ. ഞാൻ ജനലിലൂടെ പുറത്തു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ഈ സ്ത്രീ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോഴും ഞാൻ ബാലകൃഷ്ണൻ എന്നൊരു അഹങ്കാരത്തിൽ ആണല്ലോ അത്, കണ്ണിൽ ബാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ മുഖത്തും അതേ ചിരി. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടനെ കണ്ടത് ഒരു സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചിരിയിൽ ആകെ ഞാൻ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ 3 പേരും ഒരു പരിചയത്തിന്റെ ചിരിയല്ല ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ കുഞ്ഞ് ഉറങ്ങാന്ന് വിചാരിച്ചു. ഉറങ്ങുകയല്ല, അമ്മയുടെ തോടത്ത് വിരല് പിടിച്ച് അവൾ ഇങ്ങനെ ഇടയിൽ കൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവള് ഭക്ഷണം കഴിക്കാൻ വളരെ മോശത്തിന്. അപ്പോൾ ഈ അമ്മൂമ്മ പറയുമത്രേ, നിന്നെ പിടിച്ച് ബാലകൃഷ്ണമാമന് കൊടുക്കും.
ആ ബാലകൃഷ്ണ മാമനാണ് ഇവളുടെ സീറ്റിന് മുമ്പിൽ, ഇവിടെ പിന്നെ തലവെക്കും. അപ്പൊ ഇതിനു മുമ്പ് കുട്ടികളെ പേടിപ്പിച്ചുള്ള ഷോലയിലെ ഗബ്ബർ സിംഗിനെ വെച്ച് മാത്രമാണ്. അപ്പൊ ന്യൂസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് വീട്ടിൽ പല അമ്മമാർക്കും എന്ന് അന്നാണ് മനസ്സിലായത്. അതാണ് ഈ ചിരിയുടെ അർത്ഥം. തീർച്ചയായും. GP, ഓരോ ആൾക്കാരും അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലെ ഒരാളായിട്ടാണ് കാണുന്നത്. അത് ഓരോ ആൾക്കാർക്കും ഓരോ പെർസെപ്ഷൻ ആണ്. കാരണം ചെറിയ കുട്ടികൾക്ക് ഒരു ഹെഡ് മാസ്റ്റർ ഫീൽ, മുതിർന്നവർക്ക് അവർക്ക് കൃത്യമായിട്ട് കാര്യഗൗരവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒരു ജ്യേഷ്ഠനെ പോലെയൊക്കെയുള്ള അന്നത്തെ ഒരു ജേർണൽ. വീട്ടിലെ ഒരാൾ എന്താണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവർക്കും എന്നോടൊന്നല്ല നമ്മളെല്ലാവരോടും ഇപ്പോൾ നിങ്ങളെ കണ്ടാലും വീട്ടിൽ വന്നാലും ഒരു വാതിൽ തുറക്കാൻ രാത്രി 12 മണിക്ക് എന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ കാരണം അത്ര സുപരിചിതനായതുകൊണ്ട് മാത്രമേ ഇത് എൻ്റെ വീട്ടിലെ കുട്ടിയാണല്ലോ എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട് ആ തോന്നലാണ് നമ്മളെയൊക്കെ ഇപ്പോഴും ഈ രംഗത്ത് പിടിച്ചു നിർത്തുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു കാര്യം, അന്ന് അദ്ദേഹം 5 മണിക്ക് വാർത്ത വായിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമേ ഉള്ളൂ. ഇന്നത്തെ പോലെ 24 മണിക്കൂറും വാർത്താ റൂമിലല്ല. അപ്പോൾ കൂടുതൽ ജനങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കൂടുതൽ സമയമുണ്ട്. അപ്പൊ കൂടുതൽ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളും കൂടിയല്ലേ. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യം. വലിയ സന്തോഷം. കാരണം നമ്മൾ ഓർമ്മ വെച്ച നാളെ തൊട്ട് കൗതുകം നടത്തുന്ന, ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിവ് തരുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടാണ് വളർന്നത്. അന്നിപ്പോൾ വേറെ പ്രോഗ്രാംസ് ഇല്ല. എനിക്ക് തോന്നുന്നു സൺഡേ മറ്റേ മഹാഭാരതം, രാമായണം, അങ്ങനെ പിന്നീട് അതിനുശേഷം വന്നപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള നമ്മളൊരു പോക്കുണ്ട്. ഒരു ചിത്രഗീതമാണ് ഈ പറയുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വാർത്തകളെല്ലാം കാണും. ഇത് കൃഷി ദർശൻ അതുപോലും കാണും. കാരണം കാണാനുള്ള ചോയ്സ് അതേ ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോൾ ഒരു ആന്ധ്ര മുഖ്യമന്ത്രി ഇന്നലെ രാജിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആന്ധ്ര എന്നൊരു ചാനലിലും മുഖ്യമന്ത്രി മറ്റേ ചാനലിലും 4 ചാനൽ മാറിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വാർത്ത പൂർണ്ണമായിട്ട് കേൾക്കില്ല, മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ ന്യൂസ് ചാനലും മാറ്റിക്കൊണ്ടിരിക്കും. അന്ന് ഈ ശബ്ദവും ഈ വാർത്തയും നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള വാർത്തകൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വാർത്തകൾ ഏത് വിശ്വസിക്കണം എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. ആ ഒരു വേദിയിൽ ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ളവരെ നമിച്ചു പോവുകയാണ്. താങ്ക് യു സാർ. കാണാൻ പറ്റിയല്ലോ, എല്ലാം വലിയ സന്തോഷം. ഇതിലിപ്പോൾ ഈ പറഞ്ഞതിലൊരു ഒന്നും കൂട്ടിച്ചേർക്കാനുള്ളത്, കുട്ടിക്കാലം തൊട്ട് കണ്ടു എന്ന് പറഞ്ഞല്ലോ, 3 പേരും പറഞ്ഞല്ലോ. ഞാൻ വാർത്ത വായിക്കുന്ന ദിവസം അമ്മൂമ്മയും എൻ്റെ സ്വന്തം അമ്മായിയും മകളും കൊച്ചുമകളും ഒക്കെ വാർത്ത കാണുന്നു. ഇത് കഴിഞ്ഞാൽ ഈ അമ്മായിയുടെ കൊച്ചുമകൾ TV പുറകിൽ പോയി അവിടെ മുഴുവൻ അന്വേഷിക്കും. ഇവിടെ തിരിച്ചു വരും. ഞാൻ എവിടെ പോയി അവിടെ അന്വേഷിക്കണം. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ എന്താ പറയുക, ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ വരെ നമുക്കൊക്കെ ഒരു ഇടമുണ്ടായിരുന്നു. ആ ഇടത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിന് ദൈവത്തോടും കേരളത്തിൽ മലയാളികളായിട്ടുള്ള എല്ലാവരോടും, അച്ഛനമ്മമാരോടും ഗുരുക്കന്മാരോടും ഒക്കെ നന്ദി പറയാല്ലാതെ വേറൊന്നും പറയാനില്ല. 3 പേരെ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ മിഥിലാജ് ഒന്ന് വേദിയിലേക്ക് വരും. വ്യക്തമായ വാർത്താ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ പ്രശംസ നേടിയ മാധ്യമ പ്രവർത്തകൻ, ദൂരദർശൻ എന്ന ദൃശ്യമാധ്യമത്തിലൂടെ വാർത്താ വായനയുടെ പൂർണ്ണ രൂപം സമ്മാനിച്ച വാർത്താ അവതാരകന് R. ബാലകൃഷ്ണന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരം. വലിയൊരു ഓണറാണ് നമുക്ക് കിട്ടിയത് താങ്കളുടെ പ്രസൻസോടുകൂടി. ശരിക്കും ഇപ്പൊ ഒരുപക്ഷെ നമ്മളിവിടെ വേദിയിൽ ഒരുപാട് പേരെ ആദരിച്ചിട്ടുണ്ടെങ്കിലും താങ്കളുടെ മേഖലയിൽ നിന്ന് നമുക്ക് ആദ്യം താങ്കളെ തന്നെ കിട്ടിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. എനിക്കും വലിയൊരു ആദരവ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മളും ഇതിനെ കാണുന്നത്. കോമഡി ഉത്സവം കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മുടെ അനീഷ് നായർ നമ്മുടെ മറ്റേ ഇതിന് ഇങ്ങനൊരു വേർഷൻ കൊടുക്കാൻ പറ്റും. പ്രഭുദേവ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ മുംബൈ ഗംഭീരായി പ്രഭുദേവ കണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ വന്ന് നമസ്കരിച്ചേനെ അവൻ്റെ കാലം. അടുത്തൊരു പയ്യനാണ്. നന്നായിരുന്നു. അപ്പോൾ തുടർന്നും ഈ സ്നേഹവും സഹകരണവും വാത്സല്യവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണം എന്ന് മാത്രമേ ഈ പ്രായത്തിലും ഈ സമയത്തും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. നന്ദി. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് അതിഥിയായിട്ട് വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഒരു അവതാരകൻ എന്നുള്ള രീതിയിലാണ് ഞാനും ഇതിനൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അന്ന് മുതലേ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത്. ഇത്രയും മലയാളം പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. താങ്ക്സ് a lot. Thank you. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ V-Star and ARMC ഫെർട്ടിലിറ്റി സെന്ററിൽ ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ടിക്ടോക്ക് വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്ന കലാകാരൻ ബോബി നായർ. ആലപ്പുഴ പഴവീടെന്ന പ്രദേശത്ത് കുടുംബത്തോടൊപ്പം സ്ഥിരതാമസമാക്കിയ ബോബി
ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസം. ഫഹദ് ഫാസിലിന്റെ വീഡിയോകളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച ഇദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമി എന്ന കഥാപാത്രം ടിക്ടോക്ക് വീഡിയോയിലൂടെ ആവിഷ്കരിച്ച് നവസമൂഹ മാധ്യമങ്ങളിൽ തരംഗമുയർത്തി. വൈറലായി പടർന്ന ആ ടിക്ടോക്ക് വീഡിയോകൾ ബോബിക്ക് തന്റെ അഭിനയഭാവങ്ങളെ കൂടുതൽ മേന്മയിലേക്ക് ഉയർത്താനുള്ള ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത്. ആലപ്പുഴയിൽ പഴവീടിൽ സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന ഈ കലാകാരൻ കൂടുതൽ പുതുമകളോടെ ടിക്ടോക്ക് വീഡിയോകൾ ആവിഷ്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ബോബി നായർക്ക് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. ഇത് നമ്മുടെ അടുത്ത് കുറെ ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നുണ്ട് ഈ ആളെ കൊണ്ടുവരണം എന്നുള്ളത്. കാരണം ടിക്ടോക്കിലൂടെ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കുമ്പളങ്ങി ഇറങ്ങിയതിനു ശേഷം കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടിക്ടോക്കിലെ ഫഹദ് എന്നറിയപ്പെടുന്ന ബോബേ ഇപ്പൊ നടപ്പൂര അങ്ങനെയായോ? ഇങ്ങനെ തന്നെയാണല്ലേ ശരിക്കും കേട്ടോ. ഭയങ്കരമായി കണ്ണ് ഇത്രയും പോർഷൻ ഫാദർ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ചുകൂടി മുടി ഉണ്ടെന്നേ ഉള്ളൂ. താങ്ക്സ്. അപ്പൊ ടിക്ടോക്കിൽ ഇപ്പൊ എല്ലാരും പറയാറില്ലേ ടിക്ടോക്ക് ഇപ്പൊ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഫഹദാണ് ഒന്ന് കയറി ക്ലിക്കായത്. അതെ, ഫഹദ് മറ്റേ ആ പറഞ്ഞ ഡയലോഗ് ആണല്ലേ കയറി ക്ലിക്കായത്. ഷമി. അതെ, ഷമി. ആ ഡയലോഗ് അല്ലേ ഏറ്റവും കൂടുതൽ ക്ലിക്കായത്. നമുക്ക് അതിന്റെ ടിക്ടോക്ക് ഇവിടെ ലൈവായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ? അതിന് മുമ്പ് ചോദിക്കട്ടെ, എന്താ ചെയ്യണേ? ഞാൻ ദുബായിലായിരുന്നു, നിർത്തി നാട്ടിൽ വന്നത്. ആണോ? എവിടെയായിരുന്നു ദുബായില്? താമസിക്കുന്നത് ഷാർജയിലായിരുന്നു, വർക്ക് ചെയ്യുന്നത് ദുബായിൽ. ദുബായിലായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാം നിർത്തി ഇവിടെ നാട്ടിൽ സെറ്റിലായി. ഇനിയിപ്പം ബാക്കി സിനിമയുടെ കാര്യം നോക്കണം. സിനിമ ഒരാഗ്രഹമാണ്. ഓക്കെ, നമുക്കൊന്ന് കണ്ടാലോ ആദ്യം ടിക്ടോക്കിന്റെ വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ. പലതവണ പരാജയപ്പെടുമ്പോഴല്ലേ ബാലൻപിള്ള ഒരു തവണയെങ്കിലും ജയിക്കുന്നത്. ഒരു കടുവ പോലും 10 തവണ ഇടയിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു തവണ കിട്ടുന്നത് അതിന്റെ ഒരു കണക്ക്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ കാര്യമാന്നേ. കഞ്ഞി കുടിക്കാറാവുമ്പോ പറഞ്ഞാ മതി. എടാ മോനെ, നല്ലൊരു വല വലിച്ചു കെട്ടിട്ട് കളിച്ചോ, ക്രിക്കറ്റ് കളിച്ചോ, 4 അടിച്ചിട്ടേ. നോക്കാം. നീ പോരെ, നീ പോരെ, നീ പോരെ. ഹീറോ. പിന്നെ എന്റെ ഫോട്ടോ ആയതുകൊണ്ട് മാത്രം പറയല്ല, സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. അന്നങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ലൈറ്റായിട്ടൊന്ന് പതറിപ്പോയായിരുന്നേ. സ്നേഹം കൊണ്ട് ആൾക്കാരും സത്യം പറയില്ല. ചേട്ടൻ സൂപ്പറാ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചൊരു ടിക്ടോക്ക് ചെയ്യണ്ടേ അല്ലേ? അപ്പൊ ഒരു ലൈവ് ടിക്ടോക്ക് ആരാണ്? നമ്മുടെ അല്ല, ഉറപ്പായിട്ടും അല്ല, ഷമ്മിയുടെ ഡയലോഗ് തന്നെയാണോ? ആ, ഓക്കെ. അപ്പൊ ഞാൻ മൈക്ക് വാങ്ങിച്ചോളാം. ടിക്ടോക്കിന് മൈക്ക് ഉണ്ടല്ലോ. കൊടുക്കാൻ 60 രൂപ എടുക്കാൻ. ചേച്ചി അതൊക്കെ പണ്ട് ബോബി ഇപ്പൊ പണിക്ക് പോകണം. ഞാനല്ലേ സംസാരിക്കുന്നു, ചേച്ചിയല്ലേ. അടുത്തത് ഇന്ത്യ പ്രണയം. മിസ് കോൾ വന്നാ ഞാൻ തിരിച്ച് വിളിക്കല, അത് പിന്നെ വലിയ പോവാത്തില്ലയോ? ഓ, രണ്ടാമത്തെ കാര്യം, ഞാനൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാ. മൂന്നാമത്തെ കാര്യം, എന്റെ സങ്കല്പത്തിലുള്ള പെങ്കൊച്ചിന് ഇച്ചിരി കൂടെ സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് ബാലൻസ് സേഫാ. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവന്മാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ ഒരു പണിയെടുക്കാതെ ഫ്രോഡും കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന്. കൂട്ടുകാർക്ക് ജോലിയായി, കല്യാണമായി, ഇവൻ മാത്രം ഇങ്ങനെ. അതല്ല, ഇവന്മാർക്ക് ജീവിതത്തിനെ പറ്റി അറിയാൻ പാടില്ലാത്ത പലതും എനിക്കറിയാം. എടാ, ഇനി അങ്ങോട്ടുള്ള കാലം ഫ്രീലാൻസ് ബിസിനസിന്റെ കാലമാണ്. ബോബി, ഇത് കാണുമ്പോ ശരിക്കും നമ്മള് ടിക്ടോക്കിൽ തന്നെ കണ്ടപ്പോ നേരിട്ട് കാണണം. കാര്യം അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ്. ചില സാധനങ്ങൾ നമുക്കിങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ അയച്ചു തരും, പക്ക ഡിറ്റോ ഉള്ള ആൾക്കാരെ. അപ്പൊ ഇവിടെ വെച്ച് പെർഫോം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കാരണം നമുക്കതൊരു ഒന്നാമത് വൈറലാകുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടുക എന്ന് പറഞ്ഞ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഇന്നും സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നതും ഇന്നും വേദിയിൽ തിളങ്ങുന്നതും ഇന്ന് സിനിമയിലൊക്കെ വിലസ് നടക്കുന്നത്. അപ്പം നമുക്ക് ഫഹദ് എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കണ്ണ് സെയിം കണ്ണാണ്, ഡിറ്റോ കണ്ണാണ് കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളതാണ് ടിക്ടോക്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഇപ്പോൾ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഇനി പറയുന്നത് പോലെ സിനിമകളിലൊക്കെ സജീവമായി ഒരുപാട് വേഷങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വേഷങ്ങൾ കിട്ടട്ടെ, ഒരു നല്ല നടനൊക്കെ ആയിട്ട് മാറട്ടെ. താങ്ക് യു ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എനിക്ക് അത്ഭുതമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ടിക്ടോക്ക് കണ്ടിരുന്നില്ല, ഞാൻ ടിക്ടോക്കിലില്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷേവ് ചെയ്തിട്ടുണ്ട്, ഷമ്മിയുടെ ഒരു ഗെറ്റപ്പ് ആണ് എന്നുള്ളതല്ലാതെ ഫഹദിൻ്റെ ഒരു സിമിലാരിറ്റി ഒന്നും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തില്ല ബോബിയിൽ.
അപ്പം ടിക്ടോക്ക് ചെയ്താൽ തന്നെ ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വർക്കാവും എന്നാണ്. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വീഡിയോ കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ അത് വർക്കായതായിരിക്കും. ഇത്രയും ഓപ്പൺ സ്റ്റേജിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാനറിസം ഇനി എങ്ങനെ വരും എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷെ നിങ്ങൾ ഈ ടിക്ടോക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ വേഗം ആ ആളായി മാറും. അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം ഇപ്പം നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ നിങ്ങളുടെ ആ മാനറിസംസും നിങ്ങളുടെ ആ ഒബ്സർവേഷൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ മൊമെന്റിൽ നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതമായി തോന്നിയത്. ഗുഡ് ചേട്ടാ ബോബി, ഒരുപാട് പേര് ടിക്ടോക്കിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നരേന്ദ്രപ്രസാദിന്റെ നമുക്ക് ടൊവിനോടെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഗംഭീരമായിട്ടാണ്. ഫഹദിന്റെ എനിക്ക് തോന്നുന്നത് പുള്ളി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലെ. ഒരു പിന്നെ പൃഥ്വിരാജിന്റെ ഒരു ലേഡി ഉണ്ട്, അവര് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ പേരുണ്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഫഹദ് നരേന്ദ്രപ്രസാദിനെ കൊണ്ടുവരണം. അത് ചില ഏകദേശം ചില ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പുള്ളി ചെയ്യുക, കറക്റ്റ് ഫീലാണ്. അതുപോലെ തന്നെ ഫഹദിന്റെ ഗംഭീരമായിട്ട് ചെയ്തു. അസലാ വീഡിയോയിൽ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകും. ആള് ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത് ആ പെർഫെക്ഷനാണ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ. ഞാൻ ആദ്യം കണ്ടത് മറ്റേതാണ് കേട്ടോ, താടി വെച്ചിട്ടുള്ള മറ്റേ ഷേവ് ചെയ്തിട്ടുള്ള എന്നുള്ള സാധനമാണ് കണ്ടത്. കലക്കി ബോബി, ഭയങ്കര സന്തോഷമായി കണ്ടത്. ഷാജി ഞാനും ഒക്കെ ടിക്ടോക്കിന്റെ ആൾക്കാരാണ്. വീടിന്റെ ബെല്ല് പോലെ ഇപ്പൊ ടിങ് ടോങ് എന്നല്ല ടിക്ടോക്ക് ടിക്ടോക്കിൽ കയറാൻ സമയമായി. അത്യാവശ്യമായിട്ട് താങ്ക് യു. 2 ദിവസം നീണ്ടു നിന്ന ഉത്സവം അങ്ങനെ കൊടിയിറക്കാൻ പോവാണ്. കൊടിയിറക്കത്തിനായിട്ട് നിങ്ങളെ 3 പേരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യും. ജിപി, അപ്പോ വീണ്ടും കോമഡി ഉത്സവത്തിൽ വന്നതിൽ വളരെയധികം താങ്ക് യു സോ മച്ച്. ഇനിയും ഈ ഒരു സിനിമ വിജയമായിട്ട് ഇനിയും ഒരുപാട് സിനിമകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോമഡി ഉത്സവത്തിൽ വരാൻ സാധിക്കട്ടെ. ഈ വിജയം വന്ന് ആഘോഷിക്കാനായിട്ട് ആദ്യം പറഞ്ഞത്. നമ്മൾ കോമഡി ആയിട്ട് പറഞ്ഞെങ്കിലും ഏകദേശം ഒരു കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ടീസർ ഇറക്കിയിട്ട് ഷൂട്ടും ഇതെല്ലാം കഴിഞ്ഞ് റിലീസ് ഫിക്സ് ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് ഗ്യാപ്പിന് ശേഷം ട്രെയിലർ ഇറക്കാൻ വേണ്ടിയിട്ട് അതേ പ്രോഗ്രാമിൽ വരാൻ പറ്റി എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മഹത്വം കൂടിയാണ്. ഒരു കൊല്ലമായിട്ടും സ്ട്രോങ് ആയിട്ട് കോമഡി ഉത്സവം മീറ്റിനും ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രശംസനീയമാണ്. കാരണം ടെലിവിഷനിൽ എനിക്കറിയാം, ഞാനൊരു അവതാരകനാണ്, ഒരു സീസൺ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കോമഡി ഉത്സവം ഇത്രയും ഗംഭീരമായിട്ട് ഇപ്പോഴും അതേ പ്രൗഢിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അത് പ്രേക്ഷകർ അവരുടെ സ്വന്തം പ്രോഗ്രാമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സോ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി അടുത്ത പടമൊക്കെ വരുമ്പോഴും എപ്പോഴും ഈ വേദി ഇതുപോലെ തന്നെ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ 410 എപ്പിസോഡായി, ഇനിയും കുറച്ചങ്ങോട്ട് പോകും. ഗംഭീരമാവട്ടെ. ഈ തമിഴില് ബിസിയായ ആൾക്കാർ നമ്മൾ ഹെലികോപ്റ്ററിലാണ്. അതെ, ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങാൻ സാധിക്കട്ടെ. അതാണ്, അത് എത്രയും വേഗം നടക്കട്ടെ ജിപി. അപ്പൊ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ബിഗ് സ്ക്രീനിൽ വരികയാണ്. അതുപോലെ തന്നെ കുറേ കാലത്തിന് ശേഷമാണ് ടെലിവിഷനിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഈ ഗ്യാപ്പിനൊക്കെ കാരണം ഈ സിനിമയുടെ ഷൂട്ടും ഇത് റിലീസ് ചെയ്യാൻ ടൈം എടുത്തതും ഒക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നിലായിരുന്നു. ഒരു വലിയ സ്വപ്നമാണ് നിങ്ങൾ വിഷുവിന് പോയിട്ട് കുടുംബസമേതം പോയിട്ട് സിനിമ കാണുക. ഇനി കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസുമായി നിങ്ങളിലേക്ക് വരാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം, അധികം ഗ്യാപ്പ് ഇടാതെ. 100%. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ജിപി. അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. ഹാപ്പി വിഷു. Yeah.